السلام عليكم ورحمة الله وبركاته. إن الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. നമ്മുടെ എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു തരട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഖൈറായ ജോലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, നാം നിലകൊള്ളുന്നത് പരിശുദ്ധമായ റമളാൻ ശരീഫിലെ 12ാമത്തെ സുദിനത്തിലാണ്. 11 നോമ്പ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു ഈ 11 ദിവസക്കാലം നാം ചെയ്തതായ എല്ലാ സൽക്കർമ്മങ്ങളും നാം അനുഷ്ഠിച്ചതായ നോമ്പുകളും അല്ലാഹു നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും പോരായ്മകളോ പാവപ്പിഴവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മഗ്ഫിറത്തിന്റെ 10ന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അതൊക്കെ നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാം, പരിശുദ്ധമായ അല്ലാഹുവിന്റെ 99 നാമങ്ങളായ അസ്മാഉൽ ഹുസ്ന. ഈ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം പലതവണ പല വീഡിയോസുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അതിന്റെ മഹത്വത്തിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മിനും മഹത്വമുണ്ട് എന്ന്. അതിലെ ഏത് ഇസ്മാണോ നാം ധാരാളമായി അധികരിപ്പിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഗുണം കാണിക്കുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്കിന്ന് പറയാനുള്ളത്, അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ മഹത്വം നിറഞ്ഞ ഒരു ഇസ്മാണ് പറഞ്ഞു തരാനുള്ളത്. യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്. ഈ ഇസ്മാണ് ഇത് വളരെ അധികം മഹത്വവും പുണ്യവും നിറഞ്ഞിട്ടുള്ള ഇസ്മാണിത്. ഇതിനൊരുപാട് ഫലമുണ്ട്. മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയത് കാണാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുമെന്നാണ്. നാം ചെയ്യുന്ന ബിസിനസ്സിൽ, നാം ചെയ്യുന്ന കച്ചവടത്തിൽ, നാം ചെയ്യുന്ന കൃഷികളിൽ, അതുപോലെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ സന്താനങ്ങളിൽ എന്ന് തുടങ്ങി എന്തെല്ലാം മേഖലകളുണ്ടോ ഇതിലേക്ക് അല്ലാഹു തആല വലിയ ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും അഭിവൃദ്ധിയും അല്ലാഹു നൽകുമെന്നാണ് ഈ ഇസ്മ പതിവാക്കുന്ന ആളുകൾക്ക് ലഭിക്കുക. മാത്രമല്ല മഹാമാനമെ പഠിപ്പിക്കുന്നുണ്ട്, യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ ഒരാൾ അത്താഴ സമയത്ത് തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഈ ഇസ്മ 2 കൈ അല്ലാഹുവിലേക്ക് ഉയർത്തി 10 പ്രാവശ്യം യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് എന്നിങ്ങനെ ഉരുവിട്ടു കഴിഞ്ഞാൽ എന്നതിന് ശേഷം അല്ലാഹുവിനോട് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദുആക്ക് ഉത്തരം കിട്ടുമെന്നാണ്. അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലാഹു കൊടുക്കുമെന്നാണ്. അവന്റെ കച്ചവടത്തിൽ, അവന്റെ കൃഷിയിൽ, അവന്റെ ബിസിനസ് മേഖലകളിൽ, അവൻ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും അല്ലാഹു വലിയ അഭിവൃദ്ധിയും സമൃദ്ധിയും വലിയ വിജയവും അല്ലാഹു നൽകുമെന്നാണ്. അത്രമാത്രം മഹത്വം നിറഞ്ഞ ഇസ്മാണ് യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന ഇസ്മ. എല്ലാവരും ഈ ഇസ്മ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എല്ലാവരും ഈ പരിശുദ്ധമായ റമളാൻ ശരീഫിൽ അത്താഴം കഴിക്കാൻ വേണ്ടി എണീക്കുന്ന സമയത്ത് 10 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത മാരകമായ രോഗങ്ങൾ അല്ലാഹു നമുക്ക് ആർക്കും തരാതെ അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ.
രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശമനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ തൊഴിലിലും, നാം ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളിലും, നാം ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും റാഹത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രതികൂലമാകുന്ന വിഭാഗങ്ങളിൽ അള്ളാഹു നമ്മൾ പെടുത്താതിരിക്കട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ ശരീഫിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപപ്പിഴവുകളും അള്ളാഹു നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. പരിശുദ്ധമായ റമളാൻ ശരീഫിൽ ഒരുപാട് ആരാധനകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്യാറുണ്ട്. അതുപോലെ ഇതിലെ അറിവുകൾ കേട്ട് അമൽ ചെയ്യുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഈ അമലി ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.